സംസ്ഥാനത്ത് ബിജെപിയുടെ 27 സംഘടനാ ജില്ലകളിൽ 4 വനിതകൾക്കടക്കം ജില്ലാ പ്രസിഡന്റുമാർ ചുമതലയേറ്റു. പാലക്കാട് ജില്ലാ ഘടകത്തിലെ പൊട്ടിത്തെറിയിൽ RSS നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് സമവായമായി. പാലക്കാട് ഈസ്റ്റിലെ ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റ പ്രശാന്ത് ശിവന് പ്രവർത്തകരുടെ വൻ സ്വീകരണം. കരമന ജയൻ, പ്രബുൽ കൃഷ്ണ, സന്ദീപ് വചസ്പതി, നിവേദിത സുബ്രഹ്മണ്യം അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരായി ചുമതലയേറ്റു. തർക്കമുള്ള 3 ഇടങ്ങളിൽ അധ്യക്ഷന്മാരെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. ബിജെപിയുടെ 30 സംഘടനാ ജില്ലകളിൽ 3 ഒഴികെ 27 പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. ഇതിൽ 4 പേർ വനിതകളാണ്. കാസർഗോഡ് ML അശ്വിനി, മലപ്പുറം വെസ്റ്റിൽ ദീപ പുഴയ്ക്കൽ, തൃശൂർ നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യൻ, കൊല്ലം ഈസ്റ്റിൽ രാജി പ്രസാദ് എന്നിവരാണ് വനിതകൾ. 3 ജില്ലാ അധ്യക്ഷന്മാർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തു നിന്നും 2 പേർ പട്ടികജാതി സമുദായത്തിൽ നിന്നുമാണ്. തൃശൂർ, ഇടുക്കി, കോട്ടയം എന്നീ ക്രൈസ്തവ പ്രാതിനിധ്യമുള്ള ജില്ലകളിലാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അധ്യക്ഷന്മാർ വന്നിരിക്കുന്നത്. 5 വർഷം പൂർത്തിയാക്കിയ മുഴുവൻ ജില്ലാ അധ്യക്ഷന്മാരെയും മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന നേതാക്കളായ കരമന ജയൻ തിരുവനന്തപുരം സിറ്റിയിലും, സന്ദീപ് വചസ്പതി ആലപ്പുഴ സൗത്തിലും, പ്രബുൽ കൃഷ്ണ കോഴിക്കോട് നോർത്തിലും ചുമതലയേറ്റു. തർക്കമുള്ള തിരുവനന്തപുരം സൗത്തിലും, ഇടുക്കി സൗത്തിലും, പത്തനംതിട്ടയിലും ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. അതേസമയം BJPയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ പാലക്കാട്ടെ പൊട്ടിത്തെറിയിൽ സമവായമുണ്ടായി. പാലക്കാട് ഈസ്റ്റിലെ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ചൊല്ലിയാണ് നഗരസഭാ അധ്യക്ഷ അടക്കം ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നത്. 11 കൗൺസിലർമാർ രാജിഭീഷണി മുഴക്കുകയും ചെയ്തതോടെ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന പ്രതീതി പോലും ഉണ്ടായി. ഒടുവിൽ RSS നേതൃത്വത്തിന്റെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് സമവായമുണ്ടായത്. ഇടഞ്ഞുനിന്ന പ്രമീള ശശിധരൻ, ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ പ്രശാന്ത് ശിവനെ അംഗീകരിക്കാൻ തയ്യാറായി. തുടർന്ന് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചുമതലയേറ്റ പ്രശാന്ത് ശിവന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. അതേസമയം വിമതസ്വരമുയർത്തിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.